بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പഠിതാക്കളെ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് നടത്തിയൊരു പ്രാർത്ഥന സഹീഹുൽ ബുഖാരിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുമ്മർസുഖ്നി ഷഹാദത്തൻ, അള്ളാഹുവേ നീ എനിക്ക് ഷഹാദത്ത് നൽകണമേ, രക്തസാക്ഷിത്വം നൽകണമേ, ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ, വൽ മൗത ഫീ ബലദി റസൂലിക്, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച്, മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ്. അപ്പൊ ഈ പ്രാർത്ഥന കേട്ടപ്പോ സഹാബിമാർക്ക് വലിയ അത്ഭുതമായിരുന്നു. അതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയപ്പോ ഇത് ഉണ്ടാവുക, അന്നാ യകൂനു ലക്, ഇതെങ്ങനെ സംഭവിക്കും? കാരണം പൊതുവെ യുദ്ധങ്ങളൊക്കെ നടക്കാറുള്ളത് മദീനക്ക് പുറത്താണ്. അപ്പൊ മദീനക്ക് ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് മരിക്കും? ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ നടക്കും എന്നുള്ളതാണ് അവരുടെ സംശയം. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ അറിയിച്ച കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബിന്റെ കൂടെ ഒരിക്കൽ ഉഹദിന്റെ മുകളിൽ കയറി. അപ്പൊ ഉഹദിന്റെ മുകളിൽ കയറിയപ്പോ ഉഹദ് പറഞ്ഞത്, ഉഹദ് ഒന്ന് വിറച്ചു എന്നാണ്, ഉഹദ് ഒന്ന് കുലുങ്ങി ഇവര് കയറിയ സന്തോഷത്തിൽ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉസ്ബുത് യാ ഉഹദു, ഉഹദേ നീ ഒന്ന് അടങ്ങ്, ഇന്നമ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിലുള്ളത് ഒരു നബിയാണ്, പിന്നെ സിദ്ദീഖാണ്, പിന്നെ രണ്ട് ഷഹീദുകളാണ്. ആ രണ്ട് ഷഹീദുകൾ ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്നുള്ളത് നബി നേരത്തെ പറഞ്ഞതാണ്. ആ കാര്യത്തിൽ സഹാബിമാർക്ക് സംശയവുമില്ല. പക്ഷെ എങ്ങനെ മദീനയിൽ വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകും എന്നുള്ളതാണ് അവരുടെ കാര്യം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്, അള്ളാഹു അത് എനിക്ക് കൊണ്ടുവന്ന് തരും, ആ രക്തസാക്ഷിത്വം അള്ളാഹു എനിക്ക് നൽകും. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് മദീന പള്ളിയിൽ വെച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തു കിട്ടുന്നതും ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നതുമാണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്ന രണ്ട് പാഠങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന് കറ കളഞ്ഞ നിയ്യത്തുണ്ട് എങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അയാൾ ആ ലക്ഷ്യത്തിലേക്ക് അള്ളാഹു എത്തിക്കുന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഈ സംഭവം. രണ്ടാമത്തെ ഒരു കാര്യം, പ്രാർത്ഥന കൊണ്ട് നടക്കൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കുമെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം. അപ്പൊ ഇത് രണ്ടും ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ്. നല്ലൊരു നിയ്യത്ത് നമുക്കുണ്ട് എങ്കിൽ ആ നിയ്യത്തിലേക്ക് എത്താൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അള്ളാഹു നമ്മളെ സഹായിക്കും. ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനും കഴിയുന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ഈ റമദാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിയ്യത്ത്. നോമ്പിനെ പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ പറയലുണ്ട്, മൻസാമ റമദാന ഈമാനം വഹ്തിസാബ, അല്ലെ, ഈമാനോട് കൂടി പ്രതിഫലം കൊതിച്ചുകൊണ്ട്. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ നോമ്പ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ. അപ്പൊ നിയ്യത്തിന്റെ കാര്യം പ്രത്യേകം ഈ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലാത്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയും, അതൊരു നോമ്പുകാരൻ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ഇപ്പൊ നോമ്പിന്റെ വിധിവിലക്കുകൾ അള്ളാഹു സൂറത്തുൽ ബഖറയുടെ 183 ആയത്ത് മുതൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. അവിടെ നിന്ന് ഇങ്ങനെ നോമ്പിന്റെ വിധിവിലക്കുകൾ പറയുന്നതിന് ഇടയിലാണ് അള്ളാഹു പറഞ്ഞത്, വ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. പ്രാർത്ഥനയെ പറ്റിയിട്ട് അതിന്റെ ഇടയിൽ അള്ളാഹു പറയുന്നത്, എന്റെ അടിമ എന്നെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം, അവര് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹു റമദാനിന്റെ
വിധവിലക്കുകളാ പറയുന്നത്, നോമ്പിന്റെ അഹ്കാമുകളാ പറയുന്നത്. വഹില്ലലക്കും ലൈലത്തു സിയാമി റഫസു ഇലാ നിസാഇക്കും. അപ്പൊ ഇങ്ങനെ നോമ്പിന്റെ വിധികളും വിലക്കുകളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹു പ്രാർത്ഥനയെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠമായിട്ട് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളൊക്കെ പറയുന്നുണ്ട്, നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക്, റമദാനിലെ പ്രാർത്ഥനക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം ആ അഹ്കാമുകൾ, വിധികളും വിലക്കുകളും പറയുന്നതിന്റെ ഇടയിലാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, ആ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞിട്ടുള്ളതെന്നാണ്. ഏതായാലും ഈ രണ്ട് പാഠങ്ങൾ ഈ സംഭവത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ഒന്ന് നമ്മുടെ നിയ്യത്താണ്, രണ്ട് നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പോ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലിയും പ്രതിഫലവും കൊതിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ദർസിലും ഇരിക്കേണ്ടത്, നമ്മൾ ഓരോ ഇബാദത്തുകളും ചെയ്യേണ്ടത്. 100% ഇഖ്ലാസോട് കൂടി ഇബാദത്തുകളിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദർസില് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കിതാബിലെ ഏറ്റവും അവസാനത്തെ ഹദീസാണ്. നമ്മുടെ ടെക്സ്റ്റിലെ ലാസ്റ്റ് ഹദീസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹു ആണ്. ആദ്യം നമുക്ക് ആ ഹദീസ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഇദാ ദഖല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രവേശിച്ചാൽ, അഹ്ലുൽ ജന്നതി അൽ ജന്ന. എന്താ ജന്നത്ത് എന്ന് പറഞ്ഞാല്? സ്വർഗം അല്ലെ? സ്വർഗത്തിനാണ് ജന്നത്ത് എന്ന് അറിയാം. എന്തുകൊണ്ടാണ് സ്വർഗത്തിന് ജന്നത്ത് എന്നുള്ള പേര് വന്നതെന്ന് അറിയോ? തോട്ടം. തോട്ടം. എന്താണ് ആ തോട്ടത്തിന്റെ പ്രത്യേകത? എന്താണ്? എല്ലാ തോട്ടത്തിനും ജന്നത്ത് എന്ന് പറയോ? ഇടതൂർന്ന. ഇടതൂർന്ന തോട്ടത്തിനാണ് ശരിക്കും ജന്നത്ത് എന്ന് പറയാ. അതിന്റെ അകത്ത് നോക്കിയാൽ പുറത്തേക്കും കാണൂല, പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും കാണൂല. അങ്ങനെ ആകെ മറഞ്ഞു നിൽക്കുന്ന, ഇടതൂർന്ന, തിങ്ങി നിൽക്കുന്ന തോട്ടത്തിനാണ് ജന്നത്ത് എന്ന് പറയാ. അറബി ഭാഷയിൽ ജന്ന എന്ന് പറഞ്ഞാൽ മറയുക എന്നൊക്കെയാണ് അർത്ഥം. ഖുർആനും ആ നിലക്ക് ആ പദം പ്രയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറയുന്നിടത്ത് സൂറത്തുൽ അൻആമിലെ 76-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, ഫലമ്മ ജന്ന അലൈഹി ലൈലു റഅ കൗകബ, രാത്രി മറയിടുക. അല്ലെ? ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു, പൊതിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോ നബി പറഞ്ഞു അസ്സിയാമു ജുന്നത്തുൻ. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പരിചയാണ് അല്ലെ? പരിച ഒരു മറയാണല്ലോ, വെട്ട് തടുക്കാനുള്ള ഒരു മറയാണ് പരിച എന്നുള്ളത്. അപ്പോൾ തന്നെ അറബിയില് ഭ്രാന്തിന് എന്താ പറയാ? ഭ്രാന്ത്, ജുനൂൻ അല്ലെ? ജുനൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്താൻ, അഥവാ ഒരു ബുദ്ധി മറഞ്ഞ അവസ്ഥയാണത്. ജുനൂൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി മറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ തന്നെ ഗർഭസ്ഥ ശിശുവിന് എന്താ പറയാ? ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് എന്താ അറബിയിൽ പറയാ? ജനീൻ എന്ന് പറയാ. ജനീൻ എന്ന് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ ജിന്ന് അല്ലെ? ജിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് അവരുടെ കണ്ണുകൊണ്ട് അവരുടെ ശരിയായ കോലത്തിൽ കാണാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു മറഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് ജന്ന എന്നുള്ള പദം അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ശരിക്കും സ്വർഗത്തിന് ജന്ന എന്ന് പ്രയോഗിക്കാനുള്ള കാരണം അത് ഇടതൂർന്ന തോട്ടാണ്. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും കാണൂല, അകത്തുനിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണൂല. അങ്ങനെ ഇടതൂർന്ന തോട്ടത്തിനാണ് ശരിക്കും എന്ത് പറയുക? ജന്നത്ത് എന്ന് പറയുക. അപ്പൊ ഏതായാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗക്കാര് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ. ഇപ്പൊ സ്വർഗത്തിൽ എത്തിയതിനു ശേഷമുള്ള സംഭവമാണ് ഈ ഹദീസിൽ നമ്മൾ പഠിക്കുന്നത്. സ്വർഗക്കാര് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, യഖൂലുല്ലാഹു തബാറക വതആല, അള്ളാഹു പറയുന്നതാണ്, അള്ളാഹു ചോദിക്കും. തബാറക്ക എന്ന് പറഞ്ഞാൽ വിശുദ്ധനായി, ന്യൂനതകളൊന്നുമില്ലാതെ, ഉന്നതനായി, മഹത്വപൂർണനായി എന്ന അർത്ഥമാണ് തബാറക്ക. തആല എന്ന് പറഞ്ഞാലോ? തആല ഉന്നതനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു എന്നാണ് തആല എന്ന പദത്തിന്റെ അർത്ഥം. ഈ തആല എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. തബാറക്ക എന്നുള്ളത് ഖുർആനിലൊക്കെ വന്ന തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. അപ്പോൾ തബാറക്ക എന്നുള്ളതും അപ്പോൾ തന്നെ തആല എന്നുള്ളതൊക്കെ നമുക്ക് സുപരിചിതമായ പദങ്ങളാണ്. ഈ തആല
എന്നുള്ള പദം ചില ആൾക്കാർ സലാമിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സലാമിന്റെ കൂടെ ഒരു തആല എന്ന് ഉപയോഗിക്കുന്നത് അതൊരു ശരിയായ രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സലാമിന്റെ പൂർണ്ണമായ രൂപം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ പൂർണ്ണമായ രൂപം? സലാമിന്റെ പൂർണ്ണമായ രൂപം എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്നുള്ളത് നബിയിൽ നിന്ന് വന്നിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അതാണ് സലാമിന്റെ പൂർണ്ണ രൂപമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അത് ചൊല്ലിയാൽ ഒരാൾക്ക് 30 കൂലി കിട്ടുന്ന പറഞ്ഞത്. അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ ചൊല്ലിയപ്പോൾ നബി പറഞ്ഞു അയാൾക്ക് 10 കൂലി ഉണ്ട്. വേറൊരു സഹാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു 20 കൂലി ഉണ്ട്. അടുത്ത ആള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ 30 കൂലി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ തആല എന്നുള്ളത് നബിയിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ അത് അർത്ഥത്തിന് തകരാറൊന്നുമില്ല. അള്ളാഹു ഉന്നതനായിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ അതൊരു പതിവ് രീതിയായിട്ട് സ്വീകരിക്കുക. നമ്മളെപ്പോ സലാം പറയുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയാ. സലാം അടക്കുമ്പോഴും അങ്ങനെ പറയാ. അപ്പൊ അത് ശരിയായ രീതിയല്ല. അത് ഒഴിവാക്കാണ് വേണ്ടത്. അത് പതിവായിട്ട് ചെയ്താൽ അത് ബിദ്അത്ത് എന്നുള്ള ഗണത്തിലേക്കൊക്കെ മാറും. അത് നമ്മൾ പേടിക്കണം. അപ്പൊ മാത്രമല്ല നമ്മളിങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയുമ്പോൾ നബി പൂർണ്ണമായിട്ടും പഠിപ്പിച്ച രൂപം പറയുന്ന ഒരാൾക്ക് തന്നെ തോന്നുകയാണ് നമ്മളെ സലാം അത്ര പോരാ, ഓന്റെ സലാമിൽ ഒരു തആലൊക്കെ ഉണ്ട്, അപ്പൊ അതാണ് ഉഷാറെന്ന് തോന്നുകയാണെങ്കിൽ അതും ശരിയല്ലല്ലോ. അപ്പൊ അത് ഒഴിവാക്കാണ് വേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. പതിവാക്കുകയാണെങ്കിൽ എന്തായാലും ഒഴിവാക്കണം. എപ്പോഴെങ്കിലും ഒക്കെ ഒരാള് അത് ചേർത്തി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് തെറ്റല്ല എന്നുള്ളതാണ്. അല്ലാഹു അലം. അപ്പൊ ഏതായാലും അള്ളാഹു പറയുന്നതാണ് തുരീദൂന ശൈഅൻ അസീദുക്കും. അറാദ യുരീദു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു. അഹ്സൻത്. അറാദ യുരീദു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. ഉദ്ദേശിക്കുക. ഇവിടെ തുരീദൂൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു ചോദ്യമാണ്, അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഷൈഅൻ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അസീദുക്കും. സാദ യസീദു സിയാദത്തൻ എന്ന് പറഞ്ഞാൽ അധികമായിട്ട് കൊടുക്കുക. ഇനി എന്താണ് നിങ്ങൾക്ക് അധികമായിട്ട് വേണ്ടത്? ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് നൽകേണ്ടത്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ റബ്ബിന്റെ ചോദ്യമാണ്. സ്വർഗത്തിലെത്തിയതിനു ശേഷം സ്വർഗക്കാരോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി എന്താണ് ഞാൻ നിങ്ങൾക്ക് അധികമായിട്ട് നൽകേണ്ടത്? സാദ യസീദു എന്ന് പറഞ്ഞാൽ അധികമായിട്ട് നൽകുക, അസീദു എന്ന് പറഞ്ഞാൽ ഞാൻ അധികമായി നൽകുക. കും നിങ്ങൾക്ക്. ഫയഖൂലൂൻ അപ്പൊ സ്വർഗക്കാർ പറയുന്നതാണ്, അലം തുബയ്യിദ് വുജൂഹന. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മുഖങ്ങൾ പ്രകാശിപ്പിച്ചില്ലേ? ബയ്യദ യുബയ്യിദു എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക, വെളുപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അലം തുബയ്യിദ്, ആ അലം എന്നുള്ളടത്ത് ആ ഹംസ അത് ചോദ്യത്തിന് വേണ്ടി, ഇസ്തിഫാമിന് വേണ്ടി, ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഹംസയാണ്. അലം തുബയ്യിദ്, നീ വെളുപ്പിച്ചില്ലേ, നീ പ്രകാശിപ്പിച്ചില്ലേ? വുജൂഹന, ഞങ്ങളുടെ മുഖങ്ങൾ. വുജൂഹ് എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ എന്നാണ് അർത്ഥം. ഒരു മുഖം എന്നെങ്ങനെ പറയാ? വജ്ഹുൻ എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. ശരിക്കും വജ്ഹ് എന്ന് പറഞ്ഞാല് വജ്ഹിന്റെ പരിധി എന്താണ്? നമ്മളൊക്കെ വുദൂ ചെയ്യുമ്പോഴൊക്കെ വജ്ഹിന്റെ പരിധി പറയലുണ്ട്, മുഖത്തിന്റെ പരിധി പറയലുണ്ട്. ഈ മുടി വളരുന്ന ആ ഭാഗം മുതൽ താടിയല് വരെ, ദക്കന് വരെയാണ് നീളത്തിൽ വജ്ഹിന്റെ പരിധി. അതുപോലെ തന്നെ ഈ ചെവി മുതൽ ഈ ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെയാണ് വീതി നോക്കുകയാണെങ്കിൽ മുഖത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ. അഥവാ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മള് അഭിമുഖീകരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനാണ് എന്ത് പറയുക? മുഖം എന്ന് പറയുക. മുവാജഹ, ആ ഒരു ഒരാളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ കാണുന്ന ഭാഗം, അതിനാണ് വജ്ഹ് എന്ന് പറയുക. അത് നമ്മള് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ താടിയലിന്റെ താഴെയുള്ള ഭാഗം വജ്ഹല്ല. ഈ താടിയലിന്റെ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വജ്ഹ് എന്നുള്ളതിൽ പെടൂല. അപ്പൊ അത് നിസ്കാരത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, പുറത്തിറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇപ്പൊ മുഖം മറക്കൽ നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ മുഖം മറക്കൽ നിർബന്ധമല്ല എന്നാണ് ഒരു പെണ്ണ് കാണുന്നത് എങ്കിലും മുഖത്തിന്റെ പരിധി എന്ന് പറഞ്ഞാല് ഈ താടിയലിന് വരെയുള്ളൂ. താടിയലിന്റെ ചോട്ടിലുള്ളത്, അത് നമ്മള് തല ഉയർത്തുമ്പോഴാണ് ആ ഭാഗം കാണുക. അത് ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ കാണുന്ന ഭാഗമല്ല, അത് വജ്ഹ് എന്നുള്ളതിന്റെ പരിധിയിൽ പെടൂല. അപ്പോ നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മറക്കണം. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴും നമ്മളത് മറക്കണം. മുഖം മറക്കൽ നിർബന്ധമല്ല എന്നുള്ള
അഭിപ്രായ പ്രകാരം ആണ് ഒരാള് നിൽക്കുന്നത് എങ്കിൽ ഓരെന്ത് ചെയ്യണം, ഇതെന്തായാലും മറക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് നിസ്കാരത്തിലും ഇതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വജ്ഹ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിനോട് അവർ പറയാണ്, അലം തുബയ്യിദു വുജൂഹന, അള്ളാഹുവേ നീ ഞങ്ങളുടെ മുഖം പ്രകാശിപ്പിച്ചില്ലേ, ഞങ്ങളുടെ മുഖങ്ങൾ നീ പ്രകാശിപ്പിച്ചില്ലേ. അലം തുദ്ഖിൽനൽ ജന്ന, ഇപ്പൊ ഇവിടെ വന്ന പദം അദ്ഖല എന്നാണ്. നേരത്തെ ഹദീസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ദഖല എന്നാണ്. എന്താ ദഖലയും അദ്ഖലയും തമ്മിലുള്ള വ്യത്യാസം? ദഹല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു. അഹ്സൻതും അഹ്സൻതും. അപ്പൊ ഇവിടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന അലം തുദ്ഖിൽനൽ ജന്ന, അലം തുദ്ഖിൽനൽ ജന്ന, അള്ളാഹുവേ നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ. അദ്ഖല യുദ്ഖിലു എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുക എന്നാണ് അർത്ഥം. തുദ്ഖിലു നീ പ്രവേശിപ്പിക്കുക. അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ. വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ. നജ്ജ യുനജ്ജി തൻജിയത്തൻ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക, ഒരു അപകടത്തിൽ നിന്ന് കഴിച്ചിലാക്കുക, രക്ഷപ്പെടുത്തുക എന്നാണ് നജ്ജ യുനജ്ജി തൻജിയത്തൻ എന്ന വാക്കിന്റെ അർത്ഥം. വതുനജ്ജിന, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, മിനന്നാർ, നരകത്തിൽ നിന്ന്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് നീ ചെയ്തു തന്നില്ലേ, ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്താ അധികമായിട്ട് വേണ്ടത് എന്നിടത്താണ് സ്വർഗക്കാരുള്ളത്. അപ്പൊ കാല, അപ്പൊ അള്ളാഹു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയക്ഷിഫുൽ ഹിജാബ്. കശഫ യക്ഷിഫു എന്ന് പറഞ്ഞാ കശഫ യക്ഷിഫു. കശഫ കേട്ടില്ല. കശഫ യക്ഷിഫു എന്ന് പറഞ്ഞാല് വെളിവാക്കുക എന്നാണ്. വെളിവാക്കുക അല്ലെങ്കിൽ നീക്കുക എന്നർത്ഥാൻ. ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ ആ സമയത്ത് അള്ളാഹു മറ നീക്കും, ഹിജാബ് നീക്കും. അള്ളാഹുവിന് ഹിജാബ് ഉണ്ട്, അള്ളാഹുവിന്റെ മുഖത്തിന് ഹിജാബ് ഉണ്ട്. ആ ഹിജാബ് അള്ളാഹു നീക്കും. ആ ഹിജാബ് നൂറാണ്, അത് പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുനിയാവിലെ പ്രകാശത്തോട് കമ്പയർ ചെയ്യരുത്. അത് സൂര്യന്റെ പ്രകാശം പോലെയാണ്, ചന്ദ്രന്റെ പ്രകാശം പോലെയാണ്, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യാൻ പാടില്ല. പ്രകാശമാണ്, നൂറാണ് അള്ളാഹുവിന്റെ ഹിജാബ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട്, നബി അള്ളാഹുവിനെ കണ്ടോ? അപ്പൊ നബി അതിന് കൊടുക്കുന്ന ഉത്തരം റഅയ്തു നൂറ, ഞാൻ നൂറാണ് കണ്ടത്, പ്രകാശമാണ് കണ്ടത്. ആ പ്രകാശം അള്ളാഹുവിന്റെ ഹിജാബാണ്. അപ്പൊ ആ ഹിജാബ് എന്തെയും അള്ളാഹു നീക്കുന്നതാണ്. അള്ളാഹു ആ ഹിജാബ് നീക്കും. അതിന്റെ രൂപവും കോലൊന്നും നമുക്ക് അറിയില്ല, നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാനും പറ്റൂല. ഹിജാബ് ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, അത് 100 കൊണ്ടുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ അത് വിശ്വസിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം അള്ളാഹും അള്ളാഹുന്റെ റസൂലും നമുക്ക് തന്നിട്ടില്ല. അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട. റഹ്മത്തുള്ളാഹി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. എൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, എന്തോ ഒരു വൈഫൈന്റെ ഇഷ്യൂ വന്നാണ്. അത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണേ. ഇപ്പോ ഡാറ്റയിലുള്ളത്, നെറ്റ്വർക്കിലുള്ളത്, അപ്പോ വൈഫൈ അല്ല. അപ്പൊ ഒന്ന് ഓർമ്മപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞത് നദർ എന്ന് പറഞ്ഞാൽ, നദറ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി അല്ലെ. നദറ എന്ന് പറഞ്ഞാൽ നോക്കി എന്നാണ് അർത്ഥം. നദർ എന്ന് പറഞ്ഞാൽ നോട്ടം എന്നുമാണ് അർത്ഥം. അപ്പൊ മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അള്ളാഹുവിലേക്ക് നോക്കുക എന്നതിനേക്കാളും സ്വർഗക്കാർക്ക് സന്തോഷം നൽകുന്ന, സ്വർഗക്കാർക്ക് ഇഷ്ടമുള്ള വേറെ ഒന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. വഫി റിവായത്തിൻ, വേറൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, വസാദ സുമ്മ തലാ ഹാദിഹിൽ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കൂടി ഓതി, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്താണ്. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്താണത്. ലില്ലദീന അഹ്സനു, സുഹൃതങ്ങൾ ചെയ്ത ആളുകൾക്കുണ്ട്. അൽ ഹുസ്ന, എന്താ അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ? ഏറ്റവും നല്ലതുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അൽ ഹുസ്ന അഹ്സൻതും. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗാണ്, അവർക്ക് സ്വർഗമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയാണ്, അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗാൻ. വസിയാദ, അതിലധികവുമുണ്ട്. എന്താ അധികം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ
കാണലാണ്, അള്ളാഹുവിനെ കാണലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഹദീസ്. സഹീഹ് മുസ്ലിമിലെ 181 ഹദീസാണ്. സ്വർഗ്ഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, ഇനി എന്താണ് ഞങ്ങൾക്ക് അധികമായിട്ട് തരേണ്ടത്? അപ്പൊ അവര് പറയും, അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തില്ലേ, ഞങ്ങളുടെ മുഖങ്ങൾ നീ പ്രകാശിപ്പിച്ചില്ലേ, ഇനി എന്താണ് ഇതിനപ്പുറം ഞങ്ങൾക്ക് വേണ്ടത്? അപ്പൊ അള്ളാഹു പറയും, അള്ളാഹുവിന്റെ ഹിജാബ് നീക്കുന്നു, നൂറ് കൊണ്ടുള്ള, പ്രകാശം കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഹിജാബ് അള്ളാഹു നീക്കുന്നു. നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ റബ്ബിനെ കാണുന്നു. ആ അനുഭൂതിയാണ് സ്വർഗക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനേക്കാളും സ്വർഗക്കാർക്ക് ഇഷ്ടപ്പെട്ട വേറൊന്നും നൽകപ്പെട്ടിട്ടില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ റബ്ബിനെ കാണുക എന്നതാണ്. അപ്പൊ നമുക്കേറെ പ്രതീക്ഷ തരേണ്ട നമ്മുടെ സ്വപ്നമായ, നമ്മുടെ കിനാവായ ലക്ഷ്യത്തെ പറ്റിയിട്ടാണ് ഈ ഹദീസ് നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഷർഹിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഹദീസിലെ റാവിയെ പറ്റിയിട്ടൊന്ന് പറയാം. സുഹൈബ് ഇബ്നു സിനാൻ അർറൂമി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. സുഹൈബ് ഇബ്നു സിനാൻ ഇബ്നു മാലിക് അർറൂമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കുനിയ എന്താ? കുനിയ എന്ന് പറഞ്ഞാല് വിളിപ്പേരില്ലേ? എങ്ങനെയാ വിളിപ്പേര് ഉണ്ടാവുക? അദ്ദേഹത്തിന്റെ ഉപ്പയിലേക്കോ അല്ലെങ്കിൽ മക്കളിലേക്കോ ഒക്കെ ചേർത്തി പറയുന്ന പേരായിരിക്കും കുനിയ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയ എന്താണ്? അബുൽ ഖാസിം. അബുൽ ഖാസിം അല്ലെ? അബുൽ ഖാസിം. അപ്പൊ അബു യഹ്യ എന്നാണ് ഇദ്ദേഹത്തിന്റെ കുനിയ. സുഹൈബ് റളിയല്ലാഹുവിന്റെ കുനിയ അബു യഹ്യ എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ച കുനിയയാണ്, നബിയാണ് ആ പേര് വിളിച്ചത് എന്ന് ഉസ്ദുൽ ഖാബയിലൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ഒരാൾക്ക് കുനിയ ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് മക്കൾ ഉണ്ടാവണമെന്നുണ്ടോ? അബു യഹ്യ എന്ന് പറഞ്ഞാല് ഇല്ല, അങ്ങനെ മക്കൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുനിയാണ് അബൂബക്കർ. അബൂബക്കർ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിന് ബക്കർ എന്ന പേരിൽ ഒരു മകനൊന്നുമില്ല. ശരിക്കും അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരെന്താണ്? അബ്ദുള്ള. അഹ്സൻതും, അബ്ദുള്ള അല്ലെ? അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ശരിയായ പേര്. അബൂബക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുനിയാണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു എന്തില്ല, ബക്കർ എന്ന പേരിൽ ഒരു മകനൊന്നുമില്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മക്ക് കുനിയുണ്ട്. എന്താ നമ്മുടെ ഉമ്മാന്റെ കുനിയ? ഉമ്മു അബ്ദില്ല. ഉമ്മു അബ്ദില്ല അല്ലെ? ഉമ്മു അബ്ദില്ല എന്നുള്ളത് ആയിഷ ബീവിന്റെ കുനിയയാണ്. പക്ഷെ ആയിഷ ബീവിക്ക് മക്കളുണ്ട്? ആയിഷ ബീവിക്ക് മക്കളില്ലല്ലോ. അപ്പോ മക്കൾ ഉണ്ടാവണമെന്ന നിർബന്ധമൊന്നും എന്തിനില്ല, കുനിയക്കില്ല. അത് അവരുടെ ഒരു രീതിയായിരുന്നു, ശൈലിയായിരുന്നു. ഏതായാലും അദ്ദേഹം റൂമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റൂമി എന്ന് പറഞ്ഞാൽ റോമക്കാരൻ അല്ലെ? സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ ശരിക്കും അദ്ദേഹം അറബി തന്നെയായിരുന്നു. റോമക്കാര് പണ്ട് നടന്ന ഒരു യുദ്ധത്തിൽ സുഹൈബ് റളിയല്ലാഹുവിനെ പിടിച്ചുകൊണ്ടുപോയി. സുഹൈബ് റളിയല്ലാഹു ചെറുപ്പത്തില് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അറബികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ റോമക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം വളരുന്നതൊക്കെ റോമിലായിരുന്നു. പിന്നീട് രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഉസ്ദുൽ ഖാബിയിലെ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, അദ്ദേഹം മുതിർന്നതിന് ശേഷം മക്കയിലേക്ക് തിരിച്ചു വന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം, റോമിൽ നിന്ന് അടിമയായിട്ട് വിൽക്കപ്പെട്ട ആളാണ്. പിന്നെ അവിടുന്ന് അബ്ദുല്ലാഹിബ്നു ജദ്ആൻ എന്ന ആള് അദ്ദേഹത്തെ വാങ്ങി. അബ്ദുല്ലാഹിബ്നു ജദ്ആൻ മരിച്ചതിന് ശേഷം അദ്ദേഹം സ്വതന്ത്രനായി എന്ന നിലക്കുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, സുഹൈബ് റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് റൂമി എന്ന പേരിൽ അറിയപ്പെട്ട റോമക്കാരൻ. അതല്ലാതെ അദ്ദേഹം റോമിൽ ജനിച്ച് വളർന്ന ഒരാളല്ല. അറബി ആയിരുന്നു. റോമക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയതാണ്. പിന്നീട് അദ്ദേഹം വളർന്നതൊക്കെ, അദ്ദേഹത്തിന്റെ ചെറുപ്പവും കൗമാരൊക്കെ റോമിലായിരുന്നു എന്നുള്ളതാണ് വിഷയം. ഏതായാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായിട്ട് വിശ്വസിച്ച സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. സുഹൈബ് റളിയല്ലാഹു അൻഹുവും അമ്മാർ റളിയല്ലാഹു അൻഹുവും ഒരേ ദിവസമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ദാറുൽ അർക്കമിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്വകാര്യമായിട്ട് പ്രബോധനം ചെയ്തിരുന്ന രഹസ്യ പ്രബോധനത്തിന്റെ ആദ്യകാലത്ത് ദാറുൽ അർക്കമിൽ വെച്ചിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ മദീനയിലേക്ക് ഏറ്റവും അവസാനം ഹിജറ ചെയ്തെത്തിയ ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമാണ് സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഹിജറയുടെ കഥ വളരെ പ്രസിദ്ധമാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹിജറ പുറപ്പെടുന്ന ആ ഒരു രംഗം ഉസ്ദുൽ ഖാബയിൽ ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹു തആല
പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഖുറൈശികൾ തടഞ്ഞു, മക്കക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. അപ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം നിങ്ങളെ കൂട്ടത്തിൽ നന്നായിട്ട് അമ്പ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോ വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട, ഞാന് അമ്പ ചെയ്ത് നിങ്ങളെ വീഴ്ത്തി കളയും. ഞാൻ അമ്പ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വാളുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ സമ്പത്താണ് എങ്കിൽ ആ സമ്പത്ത് എവിടെയാണ് മാറ്റി വെച്ചിട്ടുള്ളതെന്നുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, എന്നാ എന്റെ സമ്പത്ത് എവിടെയെന്നുള്ള വിവരം നമുക്ക് കിട്ടിയാൽ മതി. നിന്റെ സമ്പത്ത് എവിടെയെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അന്നെ പാട്ടിന് വിടാം, എനിക്ക് മദീനയിലേക്ക് പോകണമെങ്കിൽ പോയിക്കോ, അന്റെ സമ്പത്ത് എവിടെയെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. ഞാൻ സുഹൈബ് റളിയല്ലാഹു അൻഹു ആ സമ്പത്ത് മക്കക്കാർക്ക് കൈമാറുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ലക്ഷ്യം വെച്ചിട്ട് യാത്ര പോവാൻ. അങ്ങനെ മദീനയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. റബിഹ ബൈഉ സുഹൈബ്, റബിഹ ബൈഉ സുഹൈബ്, സുഹൈബിന്റെ കച്ചവടം എത്ര ലാഭകരമായ കച്ചവടമാണ്, സുഹൈബ് ഇതാ കച്ചവടത്തിലൂടെ ലാഭം കൊയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി അദ്ദേഹത്തെ സ്വീകരിക്കാൻ. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് ഒരു മനുഷ്യന്റെ അധ്വാനമാണ് അല്ലെ. നമ്മൾ ഒരു 100 റുപ്യ ഒരാൾ നമ്മളെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമുക്കതൊരു സങ്കടമുള്ള കാര്യമാണല്ലോ. നമ്മൾ ഒരാൾക്ക് ചോദിച്ചു കൊടുക്കുന്നതും സ്വതക്കം കൊടുക്കുന്നതും ഒക്കെ വേറെ, അയാൾ നമ്മളെ അടുത്ത് അന്യായമായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് മക്കക്കാർക്ക് വിട്ടുകൊടുക്കാൻ, ഖുറൈശികൾക്ക് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തത് എനിക്ക് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഈ ദീനും മദീനാൻ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് സൂറത്തുൽ ബഖറയിൽ ആയത്തിറങ്ങുന്നത്, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, ഓരെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിൽക്കാൻ റെഡിയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, ഖന്തക്കിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള യുദ്ധങ്ങളിലൊക്കെ സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയ ഇഷ്ടമായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കുത്ത് കിട്ടിയ അവസാന സമയത്ത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിക്കണം എന്നൊക്കെ. സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ചിട്ട് ഹിജ്റ 38 വർഷം ഷവ്വാൽ മാസത്തിലാണ് വഫാത്താകുന്നത്. ഹിജ്റ 38 ഷവ്വാൽ മാസത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. 39 എന്നുള്ള അഭിപ്രായമുണ്ട്. അന്ന് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 73 വയസ്സായിരുന്നു. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. വദുഫിന ബിൽ മദീന, മദീനയിൽ തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുള്ളത്. മദീനയിൽ മരിക്കുന്നതിന് ഒരു ശ്രേഷ്ഠത ഉണ്ട്. മദീനയിലുള്ള മരണത്തിന് പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ മരണം മദീനയിലാക്കാൻ പറ്റുമെങ്കിൽ, മദീനയിൽ താമസിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് അത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മരണം മദീനയിലാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മദീനയിൽ വെച്ച് മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് പറയുന്നതാണ്, ശുപാർശ പറയുന്നതാണ്. അപ്പൊ ഏതായാലും മദീനയിൽ വെച്ചിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതിയെ പറ്റിയിട്ട് ഉസ്തുൽ ഖബയിൽ പറയുന്നുണ്ട്, നല്ല ചുവന്ന നിറമുള്ള ആളായിരുന്നു, നല്ല നീളം കൂടിയ ആളും അല്ല, പറ്റ നീളം കുറഞ്ഞ ആളും അല്ല, ധാരാളം തലമുടി, നല്ല തിങ്ങിയ തലമുടി ഉള്ള ആളായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുള്ള ചുരുക്കം ചില വിവരങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മള് ഹദീസിന്റെ ഷർഹിലേക്ക് പോവാണ്. ഈമാനുള്ള ഒരു മനുഷ്യന് അങ്ങേയറ്റം സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു ഹദീസാണിത്. കാരണം അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ സ്വർഗമാണ് നമ്മളെ ലക്ഷ്യം എന്ന് പറയും. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി ഇതാണ്, നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹം ഇതാണ്, അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഈമാനുള്ള മനുഷ്യന്മാരുടെ ഈദ് എന്ന് പറഞ്ഞാൽ, ആഘോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവർ കാണുന്ന ദിവസങ്ങളാണ്. അള്ളാഹുവിനെ അവർ കാണുന്ന ദിവസങ്ങളാണ് അവരുടെ ആഘോഷം. അള്ളാഹു അവരെ ആദരിക്കും, അവരുടെ മുമ്പിൽ അള്ളാഹു പ്രത്യക്ഷപ്പെടും. വഖുൽ യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹ്റതൻ കമൽ ബദ്റു ലാ യഖ്ഫാ വറബ്ബുക ഔദഹു. ഒരു ചന്ദ്രനെ പോലെ, 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ അവരവരുടെ റബ്ബിനെ കാണുന്നതാണ്. 14-ാം രാവിലെ ചന്ദ്രനെ ചൂണ്ടിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ, ചന്ദ്രനെ കാണാൻ ആരും തിക്കും തിരക്കും കൂട്ടലില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു നാട്ടില് ഒരു സെലിബ്രിറ്റി വന്നു, അയാളെ കാണാൻ തിക്കും തിരക്കും കൂട്ടും. ചിലർക്ക് കാണാൻ പറ്റൂല, ചിലർക്ക് കാണാൻ പറ്റും. എന്നാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ആരും തിക്കും തിരക്കൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ചന്ദ്രനെ ഒരാൾ കാണുമ്പോൾ
ആ ചന്ദ്രനെ കാണാൻ ആരും തിക്കും തിരക്കും കൂട്ടലില്ല, എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ആ കാഴ്ച പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റബ്ബിനെ കാണാൻ പറ്റും. അതിൽ ആ ഭാഗം പറയുമ്പോൾ ഇമാം ബുഖാരി റഹ്മുള്ള റിപ്പോർട്ട് ചെയ്യുന്ന 7434 ഹദീസാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക 2 നിസ്കാരങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وصلاة قبل غروب الشمس فافعلوا. അള്ളാഹുവിനെ കാണുന്ന വിഷയം പറഞ്ഞപ്പോഴാണ് 2 നിസ്കാരങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഒന്ന് അസ്ർ നിസ്കാരാണ്, 2 ഫജ്ർ നിസ്കാരാണ്. ഈ 2 നിസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണുന്നതിനെ പറ്റിയിട്ട് പറയുന്ന ഹദീസിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ 2 നിസ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങളാണ്. 5 നേരത്തെ നിസ്കാരം പ്രധാനപ്പെട്ട തന്നെയാണ്, എന്നാൽ ഇവിടെ ഈ നിസ്കാരങ്ങൾ നബി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ 2 നിസ്കാരങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താന്ന് പറയാൻ പറ്റുമോ? ഫജറിനും അസറിനുള്ള പ്രത്യേകത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അഹ്സൻതും, അതൊരു പ്രത്യേകതയാണ്. അഹ്സൻതും. പിന്നെ മലായിക്മാർ റെക്കോർഡ് ചെയ്യുന്നു. അഹ്സൻതും, മലക്കുകൾ സാക്ഷികളാകുന്ന നിസ്കാരങ്ങളാണ് ഇത് രണ്ടും. അഥവാ അള്ളാഹു ഭൂമിയിൽ ഡ്യൂട്ടി ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അതിൽ പകല് ഡ്യൂട്ടി ഉള്ള ആൾക്കാരുണ്ട്, രാത്രി ഡ്യൂട്ടി ഉള്ള ആൾക്കാരുണ്ട്. രാത്രി ഡ്യൂട്ടി ഉള്ള ആൾക്കാര് ഭൂമിയിലേക്ക് വരുന്നത് അസ്ർ നിസ്കാരത്തിന്റെ സമയത്താണ്. അവര് ഭൂമിയിൽ നിന്ന് തിരിച്ച് മടങ്ങുന്നത് ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്താണ്. പകല് ഭൂമിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ വരുന്നത് ഫജറിന്റെ സമയത്താണ്. അവര് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു മടങ്ങുന്നത് അസറിന്റെ സമയത്താണ്. അപ്പൊ ഈ 2 കൂട്ടരും, ഈ 2 കൂട്ടം മലക്കുകളും സാക്ഷികളാകുന്ന നിസ്കാരമാണ് അസർ നിസ്കാരവും അതുപോലെ തന്നെ ഫജർ നിസ്കാരവും. എന്നിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്താണ് എന്റെ അടിമകളുടെ അവസ്ഥ? അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും അവര് യുസല്ലൂൻ, അവര് നിസ്കരിക്കായിരുന്നു, ഞങ്ങള് നിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോഴും അവര് നിസ്കരിക്കുകയായിരുന്നു. അപ്പോ ആ ജമാഅത്ത് നിസ്കാരങ്ങളിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. ഇപ്പോ സ്ത്രീകൾക്ക് ഇപ്പോ വീട്ടിലാണ് നിസ്കാരം, നമ്മൾ ജമാഅത്തിൽ അങ്ങനെ സ്ഥിരമായിട്ട് പോകാറില്ല. എന്നാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരന്മാര് ഓരൊക്കെ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ സാക്ഷി പറയുമ്പോൾ എന്റെ ഭർത്താവിനെ പറ്റിയിട്ട് അവര് പറയോ, എന്റെ സഹോദരനെ പറ്റിയിട്ടും എന്റെ മകനെ പറ്റിയിട്ടൊക്കെ ആ പറഞ്ഞ കാര്യത്തിൽ അവരൊക്കെ ഉൾക്കൊള്ളുമോ എന്ന് എന്ത് ചെയ്യുക, നമ്മൾ ആലോചിക്കുക. അപ്പൊ ആ 2 നിസ്കാരങ്ങളുടെ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 നിസ്കാരങ്ങളും ഉറക്കത്ത് പെട്ടുപോകുന്ന 2 നിസ്കാരങ്ങളാണ്. ഒന്ന് ഫജറും അതുപോലെ തന്നെ ആസറും. ഒന്ന് രാത്രിയുടെ ഉറക്കാണ്, മറ്റേത് ഉച്ച ഉറക്കാണ്. ഈ 2 ഉറക്കങ്ങളിൽ പെട്ടിട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള 2 നിസ്കാരങ്ങളാണ്. ഏതായാലും അഹ്ലുസുന്നയുടെ അഖീദ, നമ്മുടെ വിശ്വാസം സ്വർഗത്തിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ റബ്ബിനെ കാണുന്നതാണ്. ഈ അള്ളാഹുവിനെ കാണുക എന്നുള്ള വിഷയം നിഷേധിച്ച ആൾക്കാരുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളുല്ലാ, അതില് ഹായിയെ പഠിച്ച ആൾക്കാരുണ്ട്. നമ്മള് ഹായിയുടെ ദർസിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നല്ലോ. അതില് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളുല്ല പറയുന്നുണ്ട്, ചില ആൾക്കാര് അള്ളാഹുവിനെ കാണുക എന്നത് നിഷേധിച്ചിട്ടുണ്ട്, റുഇയത്തുള്ള നിഷേധിച്ച ആൾക്കാരുണ്ട്. അതാരൊക്കെയെന്ന് പറയാൻ പറ്റുമോ? മുഅ്തസിലിയാക്കൾ. അഹ്സൻതും, മുഅ്തസിലിയാക്കൾ. പിന്നെ ഒരു ടീമിനെ കൂടി നമ്മൾ പറഞ്ഞിരുന്നു, മുഅ്തസിലിയാക്കളും അതുപോലെ തന്നെ ജഹ്മിയാക്കളും. അഹ്സൻതും, ബാറക്കല്ലാഹു ഫീക്കും. മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും അതുപോലെ തന്നെ ഖവാരിജികൾപ്പെട്ട ചില ടീമൊക്കെ എന്ത് ചെയ്തതാണ്, അള്ളാഹുവിനെ കാണൂല എന്ന് പറഞ്ഞവരാണ്. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിനെ കാണൂല എന്ന് പറഞ്ഞവരാണ്. ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ കാണുന്നു പറഞ്ഞ ടീമുണ്ട്. അതാരാണ്? സൂഫിയാക്കൾ. അഹ്സൻതും, സൂഫിയാക്കൾപ്പെട്ട ഒരു ടീം പറഞ്ഞത് ദുനിയാവിൽ വെച്ചിട്ട് തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് രണ്ടും ശരിയല്ല. ഈ പറഞ്ഞ 2 വാദങ്ങളും തെറ്റാണ്. ഇവരൊക്കെ പഴച്ച കക്ഷികളാണ്. അവർ പറഞ്ഞ 2 വാദവും തെറ്റാണ്. ദുനിയാവിൽ വെച്ചിട്ട് ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റൂല, എന്നാൽ സ്വർഗത്തിൽ വെച്ചിട്ടും ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് അഹ്ലുസുന്നയുടെ നിലപാടുള്ളത്, നമ്മുടെ വിശ്വാസമുള്ളത്. ദുനിയാവിൽ വെച്ചിട്ട് ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റൂല, എന്നാൽ ആഖിറത്തിൽ വെച്ചിട്ട് സ്വർഗത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റും. അതിന് ഒരുപാട് തെളിവുകൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ പറ്റും. ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇത് തവാത്തുറായി വന്ന ഹദീസാണ്. നമ്മൾ ഉസൂൽ ഹദീസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മുത്തവാത്തിറായ ഹദീസുണ്ട്, അഹാദായ ഹദീസുണ്ട്. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ കളവിന്റെ മേൽ യോജിക്കാൻ കഴിയാത്ത ആൾക്കാര് ഓരോ തൊബക്കയിലും ഓരോ കാലഘട്ടത്തിലും അങ്ങനത്തെ ആൾക്കാരെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഹദീസാണ്. 20ഓളം സഹാബിമാര് റുയത്തിന്റെ വിഷയത്തിലുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇമാം നവവി റഹിമഹുല്ലാ, അള്ളാഹുവിനെ കാണുന്ന വിഷയത്തിലുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ
പറ്റും. അപ്പൊ റുഹിയത്ത് എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മൾ നിർബന്ധമായിട്ടും വിശ്വസിക്കണം. ഒരാൾ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ചിട്ടും കാണാൻ പറ്റൂല എന്ന് വാദിച്ചാൽ അത് ഖുർആനെതിരാണ്, സുന്നത്തിന് എതിരാണ്. ഇപ്പോ കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ നമുക്ക് പരിചയമുള്ള ആയത്താണ്. ഏത് സൂറത്തിലാണ് അത്? കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ. ഏത് സൂറത്തിലാ? അഹ്സൻതും, സൂറത്തുൽ മുത്തഫിഫീനിലാണ്. സൂറത്തുൽ മുത്തഫിഫീൻ ഖുർആനിലെ 83-ാമത്തെ അധ്യായം സൂറത്തുൽ മുത്തഫിഫീനിലെ 15-ാമത്തെ ആയത്താണ്. അപ്പൊ അവിടെ കാഫിറുകളായ ആളുകളെ പറ്റിയിട്ടാണ് ഖുർആൻ പറയുന്നത്. അവരുടെ റബ്ബിനെ കാണുന്നതിൽ നിന്ന് തടയപ്പെടുന്നവരാണ്. കാഫിറുകൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റൂല. അപ്പൊ ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, കാഫിറുകൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റൂലെങ്കിൽ അതിന്റെ ഒരു ഓപ്പോസിറ്റ് അർത്ഥം ഉണ്ടല്ലോ. കാഫിറുകൾ തടയപ്പെടുന്ന പറഞ്ഞാൽ മുഅ്മിനുകൾക്ക് അത് കാണാൻ പറ്റും എന്നുള്ളതാണ് ആ ആയത്തിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അതുപോലെ തന്നെ വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രകാശിക്കുന്നതായിരിക്കും, വെളിച്ചമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ ദൃഷ്ടി അത് അള്ളാഹുലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ അള്ളാഹുവിനെ കാണുന്നുള്ളതിന് തെളിവാണ്. അതുപോലെ തന്നെ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നമ്മൾ ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത്, സൂറത്ത് യൂനുസിലെ ആയത്ത്, അതൊക്കെ അതിനുള്ള തെളിവുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അള്ളാഹുവിനെ കാണും എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ച് വിശ്വസിക്കണം. എന്നാൽ ദുനിയാവിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? അള്ളാഹുവിനെ കാണാൻ പറ്റൂല. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവെ ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. അത് മൂസാ നബിയുടെ ആ ചോദ്യവും നമ്മളൊന്ന് പരിഗണിക്കേണ്ടതാണ്. ഒരു മനുഷ്യന് അള്ളാഹുവിനോട് അത്രക്കും ഇഷ്ടം ഉണ്ടാവുമ്പോഴാണ്, അള്ളാഹുവിനെ അത്രക്കും സ്നേഹിക്കുമ്പോഴാണ് ആ ചോദ്യം ഉള്ളിൽ വരിക. അള്ളാഹുവെ നീ എനിക്ക് നിന്നൊന്ന് കാണിച്ചതാ അല്ലെ, അതല്ലാതെ അള്ളാഹു ഇല്ല അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനെ കാണണം എന്ന നിലക്കല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തെളിവ് വേണം എന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ട്, സ്നേഹം കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്? അള്ളാഹു നീ എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു പറയുന്നില്ല ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയൂല. ആ കാണാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ചിട്ട് കാണാൻ കഴിയൂല എന്നാണ്. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽജബലി ജഅലഹു ദക്ക വഖറ മൂസ സഇഖ. അല്ലേ, അള്ളാഹു ന്റെ ഒരു നൂറാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ നൂറ് പ്രത്യക്ഷപ്പെട്ടപ്പോ തന്നെ എന്ത് ചെയ്തു? അവിടുത്തെ മലയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി. ഞാൻ ഒരു പാറകളുള്ള മലയുടെ അവസ്ഥ അതാണ് എങ്കിൽ പിന്നെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ദുനിയാവിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റൂല. എന്നാൽ ആഖിറത്തിൽ വെച്ചിട്ട് നമ്മുടെ റബ്ബിനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ അള്ളാഹുവിനെ കാണാൻ പറ്റൂല എന്ന് പറയുന്നത് ചിലർ തെളിവ് പിടിക്കുക ഈ സംഭവമാണ്. ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയൂല എന്ന് പറയുന്ന ഈ ആയത്തെ തെളിവ് പിടിക്കുക. അത് ദുനിയാവിന്റെ കാര്യമാണ്. അത് ദുനിയാവിൽ വെച്ചിട്ട് കാണാൻ പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ആഖിറത്തിൽ വെച്ച് കാണുന്നുള്ളതിന് ഒരുപാട് ആയത്തുകളും ഹദീസുകളും തെളിവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹദീസിന് കിട്ടുന്ന പാഠങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ക്രോഡീകരിക്കാൻ നമുക്ക്. ഒന്ന്, സ്വർഗക്കാര് അള്ളാഹുവിനെ കാണും. സ്വർഗക്കാര് അള്ളാഹുവിനെ കാണും എന്ന് ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നു. അള്ളാഹു അവരോടും സംസാരിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് അവരും സംസാരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സംസാരത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാൻ. ആ സംസാരം നമ്മൾ കേൾക്കുന്നത്, ഇപ്പൊ നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ശബ്ദത്തിലാണ് ആ സംസാരം നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഓതുമ്പോൾ ആ ഖാരിഇന്റെ ശബ്ദത്തിലാണ് നമ്മൾ അള്ളാഹുവിന്റെ ആ കലാം കേൾക്കുന്നത്. അള്ളാഹുവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്ന ആ രംഗം ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ ശബ്ദം നമ്മൾ നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുക സ്വർഗത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ അള്ളാഹു സംസാരിക്കുന്നവനാണ്. കലാം, സംസാരം എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അപ്പൊ ആ വിശേഷണം ഈ ഹദീസിലുണ്ട്. അതുപോലെ തന്നെ സ്വർഗക്കാർ അള്ളാഹുവിനോട് സംസാരിക്കും, അള്ളാഹു സ്വർഗക്കാരോടും സംസാരിക്കും. അതാണ് ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന 2-3 പാഠങ്ങൾ. അള്ളാഹുവിന് കലാം എന്ന വിശേഷണമുണ്ട്, സംസാരം എന്ന വിശേഷണമുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹു സ്വർഗക്കാരോട് സംസാരിക്കും, സ്വർഗക്കാർ അള്ളാഹുവിനോടും സംസാരിക്കും. പിന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണലാണ്. അതാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നതിനേക്കാളും സ്വർഗക്കാർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വേറെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ അതാണ് ഏറ്റവും വലിയ അനുഭൂതി. പിന്നെ സ്വർഗക്കാരുടെ മുഖം പ്രകാശിക്കുന്നുണ്ട്. അലം തുബയ്യിദ് വുജൂഹന, നീ ഞങ്ങളുടെ മുഖം പ്രകാശിപ്പിച്ചില്ലേ എന്ന് സ്വർഗക്കാർ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നമുക്ക് കിട്ടുന്ന പാഠം, അവരുടെ മുഖം പ്രകാശിക്കുന്ന മുഖമായിരിക്കും.
പിന്നെ അള്ളാഹുവിന് ഹിജാബ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിന് ഹിജാബ് ഉണ്ട്. ആ ഹിജാബ് എന്തുകൊണ്ടുള്ളതാണ്? നൂറ് കൊണ്ടുള്ളതാണ്, പ്രകാശം കൊണ്ടുള്ളതാണ്. അപ്പൊ അതിന്റെ രൂപം കോലം നമുക്കറിയില്ല. ഹിജാബ് ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മളത് വിശ്വസിക്കുന്നു. അള്ളാഹു ആലം. അപ്പൊ ഇതൊക്കെയാണ് ഈ ഹദീസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഒരു ഹദീസാണ് നിർത്തിയിട്ടുള്ളത്. നമ്മൾ 2 ഹദീസ് എടുത്ത് പോയാൽ നമ്മളെ സിലബസ് തീരുള്ളൂ. പക്ഷെ കുറച്ചൊന്ന് അധികം പറയേണ്ടി വന്നതുകൊണ്ട് ഒറ്റ ഹദീസിൽ നമ്മളിന്ന് ഒതുക്കുകയാണ്. എന്നാലും അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മളെ സഹായിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ ദർസിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് സുഹൈബ് ഇബ്നു സിനാൻ റൂമിക്ക് റൂമി എന്ന പേര് വന്നത്, റോമക്കാരൻ എന്നുള്ള പേര് വന്നത്? ചെറുപ്പത്തില് റോമുകാരെ കൊണ്ടുപോയി റോമിലേക്ക്. ചെറുപ്പത്തില് റോമക്കാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൊണ്ടുപോയി, പിടിച്ചോണ്ടുപോയി. പിന്നെ വലുതായതിനു ശേഷം, മുതിർന്നതിന് ശേഷമാണ് അദ്ദേഹം മക്കയില് തിരിച്ചെത്തുന്നത്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ഒരു ആയത്ത് നമ്മൾ പറഞ്ഞു. ആയത്ത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ബക്കറ സൂറയില് സൂറത്തുൽ ബഖറയിലാണ് ആ ആയത്തുള്ളത്. ആയത്ത് നമ്പർ നമ്മൾ പറഞ്ഞില്ലല്ലേ? വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ല. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ പകുതി കഴിഞ്ഞതിന് ശേഷമാണ്. ആയത്ത് നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ബഖറയിലെ സൈഖുൽ ജുസ്, 2ാമത്തെ ജുസിലെ ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷമുള്ള തൊട്ടപ്പുറത്തെ പേജ്, ആദ്യത്തെ പേജിലാണ് ആ ആയത്ത് ഉള്ളത്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ സ്വർഗത്തിന് എന്തുകൊണ്ടാണ് ജന്നത്ത് എന്നുള്ള പേര് കിട്ടിയത്? ഇടതൂർന്ന പൂന്തോട്ടമുണ്ട്. ഇടതൂറും തോട്ടാണ്. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും കാണൂല, അകത്ത് നോക്കിയാൽ പുറത്തേക്കും കാണൂല. അങ്ങനെ തിങ്ങി നിൽക്കുന്ന തോട്ടമായതുകൊണ്ടാണ് ജന്നത്ത് എന്ന പേര് കിട്ടിയത്. സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയല് കൂടുതൽ കൂലി കിട്ടുന്ന കാര്യമാണോ? അല്ല, അതിന്റെ പൂർണ്ണമായ രൂപം നബി പഠിപ്പിച്ചതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള രൂപം. നബി പഠിപ്പിച്ച രൂപങ്ങളാണ് ഏത് കാര്യത്തിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്ര പുതിയത് ഉണ്ടാക്കിയാലും അത് നന്നാവുകയില്ല, നബി പഠിപ്പിച്ചതിനേക്കാളും ഉഷാറാവുകയില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.